പാളവള്ളിയാണ് ഇത്. പാളവള്ളി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടയ്ക്കാമരത്തിൻ്റെ പാളയുണ്ട്. ഈ പാള താഴ്ത്തു വീണ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു പോളയുണ്ട്. അത് പൊളിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു വടി കൊണ്ട് ഒരു സൂചി കൊണ്ട് ഇങ്ങനെ തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വള്ളികൾ ഇങ്ങനെ എടുക്കാം. ഇത് എടുത്തിട്ടാണ് നമ്മൾ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കെട്ടി വയ്ക്കുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ വള്ളി ഒരു ബലമില്ലാത്ത ഒരു സാധനമാണ്. അപ്പോൾ അതുമ്പോൾ ഈ പാളയുടെ വള്ളിക്ക് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തുമ്പോഴേക്കും ഈ വള്ളി ഉണങ്ങിയിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ കുരുമുളക് ചെടി ആണെങ്കിലോ കണ്ടോ, ഈ കുരുമുളക് ചെടി തന്നെ ഈ മരത്തുമ്മയ്ക്ക് അള്ളി പിടിച്ചിങ്ങനെ കയറിക്കോളും. അതും ഒരു ഈ ചെറിയ ചെറിയ വേരുകളുണ്ട്, അട്ടക്കാലെന്ന് പറയും. അത് ഈ മരത്തുമ്മയാണെങ്കിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിട്ട് മരത്തുമ്മേൻ്റെ ഒട്ടി പിടിച്ചിരുന്നിട്ട് അട്ട പോലെ അങ്ങോട്ട് കയറും. അതാണ് അട്ടക്കാല്. അപ്പോൾ ഇത് നമ്മൾ സ്വല്പം അടിയിൽ മാത്രം ഒന്ന് കെട്ടി കൊടുത്താൽ മതി, പിന്നെ തനിച്ച് കയറിപ്പോളും. നമ്മളൊന്നും ചെയ്യുന്ന വേണ്ട. ഇനി 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ കുരുമുളക് പൊട്ടിക്കാൻ വന്നാൽ മതി, അല്ലാണ്ട് വേറൊരു പണിയുമില്ല. നനയ്ക്കൊന്നും വേണ്ട, വേനൽക്കാലത്തൊക്കെ ആവുക അവിടെ നിന്നോളും. അപ്പോൾ ഒരു വെള്ളവും വേണ്ട, വളവും വേണ്ട, ഒരു സാധനം വേണ്ട. എന്നാലും ഞാൻ കരുതിയേ കുരുമുളകുമേ കുറേ കുരുമുളക് ഉണ്ടാവുന്നില്ല. എന്നാൽ ഈ വയനാട്ടിലും അവിടെയൊക്കെ കൃഷിക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്ന് കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആട്ടിൻകാട്ടം. ഇത് നമ്മുടെ ബോഡിമേട്, ദിണ്ടുക്കൽ അവിടെ നിന്നൊക്കെ വരുന്ന നല്ല ചെമ്മരിയാടിൻ്റെ കാട്ടാണ്. നമ്മുടെ കേരളത്തിലത്തെ അല്ല, അവിടെയൊക്കെ ചെമ്മരിയാടുകളാണ് കൂടുതലും വളർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ തോട്ടങ്ങളിൽ പോയിട്ട് എല്ലാവിധ ഇലകളും തിന്ന് നടന്നു വരുന്നതാണ്, അല്ലാണ്ട് വളർത്തണ ആടല്ല. അപ്പം ഞങ്ങൾ ചെമ്മരിയാടിൻ്റെ കാട്ടം മതി എന്ന് പറഞ്ഞിട്ട് അതന്നെ മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ അത് ഒരു 25-30 രൂപയ്ക്കുള്ള കാട്ടം വീതം ഇട്ട് കൊടുക്കാൻ പോകണം. ഒരു 20 രൂപ 30 രൂപ കണ്ടോ. ഇതിട്ട് കൊടുത്തിട്ട് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഉണ്ടോ, അത് കടക്കാണ്ട് ഇട്ട് കൊടുക്കുക. നല്ല മഴയുള്ളതുകൊണ്ട് എവിടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മഴക്കാലമായതുകൊണ്ട് നമ്മൾ അകത്തിയൊന്നും കൊണ്ട് അവിടെ തന്നെ ഇട്ട് കൊടുത്തോ, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് അകലത്ത് ഇടണം. പിന്നെ കുരുമുളകിനൊന്നും സാധാരണ ഞങ്ങളൊന്നും ഒരു വളം കൊടുക്കാറില്ല. അവൻ ഈ ഭൂമിയിൽ നിന്ന് വളം വലിച്ചിട്ട് തന്നെ അങ്ങോട്ട് വളർന്നോളും. ഇനി അല്പം മണ്ണ് കണ്ട കുറേശ്ശെ കൊണ്ട് വെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അല്പം താഴ്ന്നു നിൽക്കണ കാരണമാണ്, കുറച്ച് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മണ്ണിട്ട് കൊടുക്കണം. ഇതുണ്ട്, ആകെ പുല്ലൊക്കെ പിടിച്ച് കിടക്കണ്. അപ്പോൾ കുരുമുളക് അതിന് ഇഷ്ടം പോലെ ഉണ്ടായി. അപ്പോൾ എനിക്കും തോന്നി 10-800 രൂപ ഉണ്ട് 1 കിലോ കുരുമുളകിന്. ഇതൊന്ന് പരിപോഷിച്ച് കളയാം. ഇവൻ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുല്ല് പിടിച്ച് കിടന്നിട്ടും കുരുമുളക് തരല്ലേ എന്ന് കരുതിയിട്ട് ഒന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ, ഇഷ്ടം പോലെ കുരുമുളകുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി പണിയാണ്. കുരുമുളക് നടാൻ ഒരു പണിയില്ല. ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു 4 മരത്തിന് കുഴിച്ചിടാം. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് വന്നതിന് കുരുമുളക്